മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, അവർ നോക്കി നിൽക്കുകയും യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്ന ഈശോ തൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കി ഇന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ദിനമാണ് ഈ 40-ാം ദിവസം. സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന യേശുവിൻ്റെ തിരിച്ചുവരവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ, ക്രൈസ്തവ സമൂഹം. താൻ കടന്നു വരുന്നതുവരെ തൻ്റെ വചനം, സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടുവാനും അതുവഴി മനുഷ്യരെല്ലാവരും നിത്യരക്ഷ പ്രാപ്തിയാക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് യേശു കടന്നു പോവുക. ഒപ്പം തൻ്റെ വാഗ്ദാനമായ, പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ടാണ് അവർ കടന്നു പോവുക. പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുമെന്നും എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുമെന്നും അവർ പറഞ്ഞു വയ്ക്കുകയാണ്. ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുക. യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി സ്നേഹപൂർവ്വം കാത്തോർത്തിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ട വ്യക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. സ്നേഹവും ശാന്തിയും സമാധാനവും കൊണ്ട് നാമും മറ്റുള്ളവരും നിറയപ്പെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എത്രമാത്രം സജീവമായി നമ്മുടെ ഉള്ളിൽ ആവശ്യമാണ് എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനോടൊപ്പം സഞ്ചരിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ പറഞ്ഞു വയ്ക്കുക. ശിഷ്യന്മാരുടെ മേൽ തീനാളങ്ങളിൽ രൂപത്തിൽ കടന്നു വന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് കടന്നു വരികയും നമ്മളെ പൂർവാധികം ശക്തരാക്കുകയും ചെയ്യുകയാണ്. നമ്മളെ പാപമാലിന്യങ്ങൾ കഴുകി വചനത്തിൻ്റെ തീഷ്ണതയാൽ